നമുക്ക് വചനമെടുക്കുക. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും, കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വളരെ കുറച്ച് സമയം നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ തലവര മാറ്റുന്ന ദൈവത്തെക്കുറിച്ചാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാവിയെ മാറ്റുന്ന, നമ്മുടെ ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുന്ന, നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഒരു 5 പട്ടണത്തെക്കുറിച്ച്, അതല്ല 5 പട്ടണങ്ങളിൽ ദൈവം കടന്നു വന്നപ്പോൾ ആ പട്ടണങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകൾ നടന്ന ചില സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥലങ്ങളും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് കടന്നു വന്നപ്പോൾ ആ ദേശങ്ങളിൽ സംഭവിച്ചതായ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏകദേശം ചെറിയൊരു തൃശ്ശൂർ പോലെയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. അത്രയും വളരെ ഒരു ചെറിയൊരു ജില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് പോലെ ഒരു ചെറിയൊരു പ്ലേസാണ്. ഒരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു സ്റ്റേറ്റ് തന്നെ, നമ്മൾ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾ, മധ്യപ്രദേശ് അല്ലെങ്കിൽ UP ഇതുപോലുള്ള സ്റ്റേറ്റുകൾ ഇതിനേക്കാൾ എത്രയോ മടങ്ങ്, 100 മടങ്ങ് വലിപ്പമുള്ളതാണ് ഇസ്രായേലിനെക്കാളും. ഹല്ലേലൂയ. ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണെന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം എണ്ണത്തിൽ വളരെ കുറവാണ്. ഇസ്രായേൽ രാജ്യം വലിപ്പത്തിൽ വളരെ കുറവാണ്. എന്നാൽ ലോകത്തെ ഇന്ന് കീഴ്മേൽ മറിക്കുന്ന ഒരേ ഒരു രാജ്യവും ഒരേ ഒരു ജനതയെന്ന് പറയുന്നത് ഇസ്രായേലാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം അവർ എണ്ണത്തിൽ കുറവായിരിക്കാം, ആ രാജ്യം വലിപ്പത്തിൽ കുറവായിരിക്കാം, എന്നാൽ അവരുടെ ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ വിളിച്ച് വേർതിരിച്ചിറക്കി, അവരെ നിർത്തി, അവരെ അനുഗ്രഹിച്ച് അവരുടെ മേൽ വാഗ്ദത്തങ്ങളെ ചൊരിഞ്ഞ ദൈവം അവരെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ലോകത്തിലെ സകല പ്രതാപശാലികളായ, ബലശാലികളായ, അല്ലെ ബുദ്ധിരാക്ഷസന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ഒരുപാടുള്ള പല രാജ്യങ്ങൾക്കും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു ഉത്ഭയം ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് ഇസ്രായേലിനെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യവും ഇന്ന് ഈ ലോകത്തില്ല. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്. സൈന്യം തന്നെ, ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൈന്യത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. ഹല്ലേലൂയ. എന്നാൽ എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും, എത്ര വലിയ ആയുധങ്ങളുണ്ടെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് കിടപിടിക്കുവാൻ ഇന്ന് ഒരു രാജ്യം ഈ ലോകത്തില്ല, ഭൂമുഖത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെന്താണ് കാരണം? അവരെ നടത്തുന്നത് സൈന്യത്തിന്റെ ബലമല്ല, ആണവ ശക്തിയുടെ ബലത്തിലല്ല അവർ നിൽക്കുന്നത്. അവർ വലിപ്പത്തിലോ എണ്ണത്തിലോ ഒന്നിലുമല്ല. അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ തലവരകളെ മാറ്റുന്നത് ദൈവത്തിന്റെ ഇടപെടലുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ തലവര മാറുന്നത് ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കപ്പെടുന്നത്, അവർക്കൊരു പുതിയ ജോലി കിട്ടുമ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കും. അത് നിലനിൽക്കുന്നൊരു കാര്യമല്ല. ഈ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മാറ്റം നിലനിൽക്കത്തില്ല. അവർ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ആ രാജ്യത്തിന്റെ കൾച്ചർ, അവിടുത്തെ വസ്ത്രധാരണങ്ങൾ, അവിടുത്തെ ഭാഷ കൊണ്ട് അവർക്കൊരു മാറ്റം സംഭവിക്കപ്പെടാം. അതും നിലനിൽക്കുന്നൊരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പണം വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ ഒരു മനുഷ്യന് വലിയ വലിയ മാറ്റം സംഭവിക്കപ്പെടും. എന്നാൽ ആ സമ്പത്ത് അവരെ അഹങ്കാരികളാക്കി മാറ്റും. അതും നിലനിൽക്കുന്ന കാര്യമല്ല. പണം പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യം തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തുടങ്ങി പല വിദ്യാഭ്യാസത്തിന്റെ വലിപ്പം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിക്കാം. എന്നാൽ നിലനിൽക്കുന്നതായ ഒരു മാറ്റം എന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തിന്റെ ഭയം ആ മനുഷ്യനിൽ വരുമ്പോൾ, യഹോവ ഭക്തി ഒരു മനുഷ്യനെ പിടികൂടുമ്പോൾ, ദൈവത്തെ അറിയുന്ന ഒരു ബുദ്ധിമാനായി നമ്മൾ മാറുമ്പോൾ, അത് ഈ ഭൂമിയിൽ മാത്രമല്ല, അത് നമ്മളെ നിത്യതയിൽ വരെ എത്തിക്കുന്ന ഒരു മാറ്റമാണ്.
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആ ഒരു മാറ്റം സംഭവിക്കപ്പെട്ടവരാണ് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ കൊറോണയെ ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെട്ട് വീട്ടിനകത്തിരിക്കാൻ ഏറ്റവും പറ്റിയ സുഖകരമായ ഒരു സിറ്റുവേഷൻ മടിയന്മാർക്കും അലസന്മാർക്കും ദൈവത്തെ പറ്റിക്കുന്നവർക്കും പിന്നെ വെളിയിൽ പിന്നെ ഈ പല തരത്തിലുള്ള പ്രകടനങ്ങളിലൂടെ ഞങ്ങൾ ഒരു വലിയ ആത്മീകരാണ് എന്ന് ഫോഷ്കിന്റെ ആത്മാവിലൂടെ തെളിയിച്ചുകൊണ്ടിരുന്നവരെല്ലാവരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണിരിക്കുന്നത് ഈ ഒരു സീസണിലാണ്. അവരുടെ അകത്ത് ദൈവമില്ല എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ കർത്താവ് അനുവദിച്ച ഈ ആരാധന ഓപ്പൺ ചെയ്തപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഭവനത്തിനകത്തിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇതുപോലെയുള്ള പ്രതികൂല സമയത്താണ് ഒരു ഭക്തനെ നമ്മൾ തിരിച്ചറിയുന്നത്. പ്രതിസന്ധികളിലാണ് ഒരു ആത്മീകനെ നമ്മൾ തിരിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു സാഹചര്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ കാര്യം കൊറോണ എന്ന് പറയുന്ന വൈറസാണ്. ഹല്ലേലൂയ. അത് ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ, ഈ ലോകത്ത് ഇഷ്ടംപോലെ വൈറസുകളുണ്ട്, എല്ലാം ഉണ്ടാക്കിയത് സർവശക്തനായ ദൈവമാണ്. ദൈവം അറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കപ്പെടുന്നില്ല, ഒന്നും നടക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ലെന്ന് ഒരു ഭക്തൻ നിരൂപിച്ചു കഴിഞ്ഞാൽ അവന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഭയപ്പെട്ട് ഒരിക്കലും മാളത്തിനകത്ത് കയറിയിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ ആരാധിക്കാനാണ് പോകുന്നത്, ഞാൻ സത്യ ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത്. എന്റെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഞാനൊരു രോഗിയായി മാറിയാൽ എന്നെ വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ തടവിലാക്കപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഒരു ഭക്തന് വലിയ ബോധമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ഹൃദയമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്തവന് ഇത് നല്ല ചാൻസ് ആണ്. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ അവർക്കിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് നമുക്ക് ദൈവം തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളും നമ്മൾ വളരെ ഫലപ്രദമായി യൂസ് ചെയ്യേണ്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ ഏത് തീക്കകത്ത് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മൾ ഈ ദൈവത്തെ തള്ളിപ്പറയാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു നാഴികക്കല്ലായി മാറുവാനിടയും. അങ്ങനെയുള്ളവരെയാണ് അവർ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ഉടനടി ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി സംഭവിക്കുവാനിടയാണ്. ഹല്ലേലൂയ. അനേകർ കണ്ണുനീരോടുകൂടി വളരെ ഉറക്കെ പ്രാർത്ഥിക്കും. എന്നാൽ കണ്ണുനീര് പറ്റിയാലും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി സംഭവിക്കപ്പെടുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് അവർ വില കൊടുക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവർ വില കൊടുക്കാൻ തയ്യാറല്ലാത്തവരായി, കിട്ടിയ ചാൻസിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവരായി അവർ മാറുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കുന്നില്ല. എന്നാൽ ചില ആൾക്കാർ മുട്ടുമടക്കുമ്പോൾ, ഒന്ന് ദൈവമെന്ന് വിളിക്കുമ്പോൾ, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുമ്പോൾ ഉടനടി ദൈവം മറുപടി തരുന്നു. അപ്പോൾ നമ്മൾ പറയും, ആ ദൈവദാസൻ, ആ സഹോദരൻ അവരൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് ദൈവസേന ഇരുന്നാ മതി, ഉടനടി വിടുതല. അവരൊരു കാര്യം പറഞ്ഞാൽ മതി, വിടുതല. എന്താ അതിന് കാരണം? അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അവർ ഇതുപോലുള്ള പ്രതികൂലങ്ങളിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ വില കൊടുത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ നമ്മുടെ തലവര മാറുന്ന, നമ്മുടെ മുൻവിധികളെ മാറ്റുന്ന, നമ്മളെ കുറിച്ചുള്ള ലോകത്തിന്റെ സകല മനുഷ്യരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന സകല വിധികളെ മറികടക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് വന്നതായ ചില പട്ടണങ്ങൾ, ദേശങ്ങൾ കർത്താവ് എൻട്രി ചെയ്തപ്പോൾ അവിടെ ആ ദേശങ്ങളിൽ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലമാണ്. കർത്താവ് യേശുക്രിസ്തു ജനിച്ച സ്ഥലം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അപ്പത്തിന്റെ നാടെന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പത്തിന്റെ നാടാണിത്. പക്ഷെ അതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. എഫ്രാത്ത് എന്ന ബെത്ലഹേമിന്റെ അടുത്തുള്ള എഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് യാക്കോബിന്റെ ഭാര്യയായ റാഹേലിനെ അടക്കിയത്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിൽ ഒരു മരണം നടന്നു. അതിന് ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ അപ്പത്തിന്റെ നാട് ഒരിക്കൽ ഒരു മരണം നടന്ന സംഭവമാണ്. ഒരു അഭിഷിക്ത, ഒരു വിശുദ്ധ ദൈവത്തിന്റെ വിളിയുള്ള അഭിഷിക്തന്റെ ഭാര്യ അടക്കപ്പെട്ട ഒരു സ്ഥലം. നിലവിളിയോടെ തന്റെ മകന് ഒരു നിരാശയുടെ പേരുമിട്ട്, പ്രൈസ് ദി ലോർഡ്, നെഗറ്റീവ് പേരുമിട്ട് മരിച്ച ഒരു സ്ഥലമാണ്. എന്തുകൊണ്ട് ആ സഹോദരി മരിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ആയുസ്സെത്തുന്നതിന് മുമ്പ് മരിക്കപ്പെട്ടു. അതിന് കാരണം
തന്റെ ഭർത്താവിനെ അവർ വഞ്ചിച്ചു, ചതിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അവർ വഞ്ചിച്ചു, ചതിച്ചു? പ്രൈസ് ദി ലോർഡ്. അവരുടെ അപ്പന്റെ ഭവനത്തിൽ നിന്നും ദൈവം വിളിച്ച് പുറത്തിറങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കറക്റ്റ് സമയമായപ്പോൾ യാക്കോബിനോടും ഭാര്യയോടും മക്കളോടും ഈ ദേശം വിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവർ ദൈവഹിതപ്രകാരം ദേശം വിട്ട് ഇറങ്ങിയപ്പോൾ അപ്പന്റെ വിഗ്രഹത്തെ മോഷ്ടിച്ച് തന്റെ ആ സഞ്ചിക്കകത്ത് വെച്ച് ആരും അറിയാതെ ഒളിച്ചു കടത്തിയ ഒരു സഹോദരിയാണ് ഈ റാഹേൽ. പ്രൈസ് ദി ലോർഡ്. റാഹേൽ എന്തിനായിരിക്കാം ഈ വിഗ്രഹം മോഷ്ടിച്ചത്? ഒരു നാളിൽ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, ഇതെന്റെ ഇതെന്റെ അപ്പന്റെ വിഗ്രഹമാണ്, അപ്പനെ കുറിച്ച് പിതൃപാരമ്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പിന്നെ മക്കളോടൊക്കെ പറയാനായിരിക്കാം. എന്താണ് ആ സ്ത്രീ അത് മോഷ്ടിച്ചെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു ദൈവത്തിനറിയാം, ഈ വിഗ്രഹം ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഈ വിഗ്രഹമാണ് നിന്നെ വിടുവിച്ചതെന്ന് ഇവൾ പറയാനിടയാകും. അവിടെ തലമുറകൾ തെറ്റിദ്ധരിക്കും. ഹല്ലേലൂയ. മാതാവ് അപ്പന്റെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയതെന്ന് പറയാതിരിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ സ്ത്രീ ഈ ദേശം വിട്ട് ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഭർത്താവായ യാക്കോബ് അറിഞ്ഞോ അറിയാതെയോ ഇപ്രകാരം പറഞ്ഞു, ഇത് എടുത്തവൻ, നിന്റെ ഭവനത്തിൽ കൂടാരത്തിനകത്തുനിന്ന് വിഗ്രഹം മോഷ്ടിച്ചവരാരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവൻ മരിക്കണം എന്ന് തന്റെ സ്വന്തം ഭർത്താവിൽ നിന്നും ഒരു വാക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ ശാപവാക്ക് അതുപോലെ അഭിഷിക്തനും പ്രവാചകനുമായ യാക്കോബ് എന്ത് വായി തുറന്ന് പറഞ്ഞുവോ അതുപോലെ തന്റെ സ്വന്തം ഭാര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. അതാണ് ചരിത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റാഹേലിന് ഒരു വലിയ മരണം സംഭവിച്ചത്, ഒന്ന്, അവൾ വിഗ്രഹത്തെ മോഷ്ടിച്ചു. ഹല്ലേലൂയ. അത് തന്റെ അപ്പനെ വഞ്ചിച്ചു, തന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, തന്റെ മക്കളെ വഞ്ചിച്ചു, തന്നെ പുറത്തിറക്കിയ ദൈവത്തെ വഞ്ചിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വഞ്ചനയും മോഷണം, പ്രൈസ് ദി ലോർഡ്, കള്ളം പറഞ്ഞു, പിന്നെ എല്ലാവരെയും വഞ്ചിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഭർത്താവ് വാ തുറന്ന് പറഞ്ഞു, തന്റെ ഭാര്യയാണെന്ന് അറിയാതെ, അങ്ങനെയാണെങ്കിൽ പോലും അഭിഷിക്തന്റെ വാക്ക് അതുപോലെ സംഭവിക്കപ്പെടുക. അങ്ങനെ ഒരു മരണം നടന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ ഒരുപാട് ദീർഘായുസ്സോടു കൂടി ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ അഭിഷിക്തനായ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ഭാര്യയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീയാണ്. എന്നാൽ അവൾ പകുതി വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയി. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്ഥലം, അങ്ങനെ ഒരു ഹിസ്റ്ററി ബെത്ലഹേമിനുണ്ട്. അതുപോലെ വീണ്ടും ഒരു ചരിത്രമുണ്ട്. എന്താണ്? നവോമി എന്ന് പറയുന്ന സ്ത്രീ ആ അപ്പത്തിന്റെ നാട്ടിൽ പെട്ടെന്നൊരു വലിയ ക്ഷാമമുണ്ടായപ്പോൾ തന്റെ ഭർത്താവും മക്കളുമായി അവിടെ നിന്ന് മോവാബിയ ദേശത്തേക്ക് ഓടിപ്പോയ ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവൾ മടങ്ങി വരുന്നത് തന്റെ 2 ആൺമക്കളും നഷ്ടപ്പെട്ട് മരിച്ച്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതിൽ ഒരു മരുമകളുമായി മടങ്ങി വരുന്ന ഒരു ചരിത്രവും ഈ ബെത്ലഹേമിനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അവിടെ വെച്ച് ഒരു വീണ്ടെടുപ്പ്, മോവാബിയ സ്ത്രീയായ രൂത്ത് എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളും ഒരു വലിയ പരിജ്ഞാനവും വിവേകവുമുള്ള ആ സ്ത്രീയുടെ വിവേകപൂർവമായ ആ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ഒരു വലിയ വീണ്ടെടുപ്പ് ആ നവോമിക്ക് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2 ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ബെത്ലഹേം. ആ ബെത്ലഹേമിനകത്ത് സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ജനിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ പേര് അപ്പത്തിന്റെ ഭവനമാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്ര, ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള നന്മയും ചരിത്രവും ഒരു നെഗറ്റീവായ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ആ ഓർമ്മകൾ, നെഗറ്റീവായിട്ടുള്ള ഓർമ്മകൾ മാത്രമുള്ള ആ സ്ഥലത്ത് യേശു ജനിച്ചപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ചരിത്രം മാറുകയാണ്. 2000 വർഷമായി ആ ദേശത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്ഥലം ഇന്ന് ശാപം പിടിച്ച സ്ഥലമല്ല, തകർന്ന സ്ഥലമല്ല. ആ സ്തോത്രം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ നെഗറ്റീവായ ആ അനുഭവങ്ങളല്ല ഇന്നുള്ളത്. ഇന്ന് യേശു ജനിച്ച ദേശമാണത്. പ്രൈസ് ദി ലോർഡ്. ബെത്ലഹേമിന്റെ ചരിത്രം മാറിയിരിക്കുകയാണ്. ബെത്ലഹേമിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. അവിടെയുള്ള ആട്ടിടയന്മാർക്ക് വലിയ സന്തോഷമായി, സാധാരണ ജനങ്ങൾക്കൊരു സന്തോഷമുണ്ടാക്കിയ ദേശം, ഉന്നതർ മുതൽ ഏറ്റവും പാവപ്പെട്ട മുതൽ രാജകൊട്ടാരത്തിനകത്തുള്ളവർക്ക് വരെ വലിയൊരു സന്തോഷവും പ്രത്യാശയും വലിയൊരു മാറ്റം കൊടുത്ത ഒരു വലിയ ഒരു സ്ഥലമായി ബെത്ലഹേം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ ജനനം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മുടെ ചരിത്രം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർക്ക് സന്തോഷം എന്നാണ് പേര്, പക്ഷെ സന്തോഷം കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദാനം എന്നായിരിക്കും ചില ആൾക്കാരുടെ പേര്. ദാനം എന്ന് പറയുന്നത് ഏഴകത്തൂടെ പോയി കാണില്ല. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരുടെ പേര് യേശുദാസ് എന്നായിരിക്കും. ഹല്ലേലൂയ. പേര് കൊണ്ട് പലരും യേശുവിന്റെ ദാസനായിരിക്കും, പക്ഷേ കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പല പേരുകൾ നല്ല അർത്ഥമുള്ള പേരാണ്.
എന്നാൽ ആ പേരിനനുസരിച്ചുള്ള അനുഭവം അവരുടെ ജീവിതത്തിൽ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതം ദുഃഖത്തിലും നിരാശയിലും ഭാരത്തിലും തകർച്ചയിലും പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരിക്കും അവർ. ഹല്ലേലൂയ. ഏതൊരുവിധ സന്തോഷവും അവരുടെ ജീവിതത്തിൽ കാണത്തില്ല. അതുകൊണ്ട് പേരിലല്ല കാര്യം, കർത്താവ് നിന്റെ ഉള്ളിൽ വരുന്നതിലാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്തിന്റെ പേര് വലിയ നല്ല പേരാണ്, പക്ഷേ കേൾക്കുമ്പോൾ മനോഹരമായ ദേശം. എലീശ പ്രവാചകൻ പിന്നെ ഒരു ദേശത്ത് ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിന്റെ പേര് മനോഹരമായ ദേശം എന്നാണ്, എന്നാൽ സ്തോത്രം സൗന്ദര്യമുള്ള ദേശം എന്നാണ്. എന്നാൽ ആ ദേശത്തില് കയ്പുള്ള മരണം വിതയ്ക്കുന്ന വെള്ളം പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തിന്റെ ആ വെള്ളം പഥ്യവെള്ളമായി മാറുവാനിടയായി. അതുപോലെ ഇന്ന് പകല് നമ്മുടെ പേരിലല്ല കാര്യം, നമ്മളായിരിക്കുന്ന ദേശത്തിന്റെ മാഹാത്മ്യത്തിലല്ല കാര്യം. നിന്റെ ഉള്ളിൽ യേശു വരുമ്പോൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. കർത്താവ് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങണം. യേശുവിനെ ഉള്ളിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ഒരു ജനനം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ജനനം നടക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളെല്ലാം മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകലതിനെയും കൊന്നുകളയുന്നതാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. ഒരു മരണം നടക്കും, അതിനുശേഷം ഒരു ജനനം നടക്കും. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, എവിടെ മരണമുണ്ടോ അതിനുശേഷം ഒരു ജനനമുണ്ട്. യേശു കർത്താവിന്റെ ജനനത്തിന് മുമ്പ് വലിയൊരു കൂട്ടം പിന്നെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുവാനിടയായി. മോശയുടെ ജനനത്തിന് മുമ്പ് കൂട്ടമായൊരു മരണം സംഭവിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വലിയ കൊറോണയുടെ വലിയ മരണം ലോകം മുഴുവനും സംഭവിക്കപ്പെടുകയാണ്. എന്നാൽ വരുന്ന നാളുകളിൽ വലിയൊരു റിവൈവൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. വലിയൊരു ജനനം നടക്കാൻ പോവുകയാണ്. ലോകത്തിന്ന് വരെ വെളിപ്പെടാത്ത അതിഭയങ്കരമായ റിവൈവലിലൂടെ, ഉണർവിലൂടെ ലോകവ്യാപകമായി നമ്മുടെ ദൈവം ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചവരുടെ കൂട്ട ജനനങ്ങൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ കൂട്ട ജനനങ്ങൾ, ലോകവ്യാപകമായി ഒരു മരണം ലോകം മുഴുവനും ഷെയ്ക്ക് ചെയ്യുന്ന ഒരു കൊറോണ വൈറസ് മുഖാന്തരം വേൾഡ് മുഴുവനും ഷെയ്ക്കായിരിക്കുകയാണ്. അതുകൊണ്ട് വേൾഡിനെ മുഴുവനും ഷെയ്ക്ക് ചെയ്യുന്ന അടുത്തൊരു ജനനം ക്രിസ്തുവിലൂടെ ലോകം കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും അങ്ങനെ ഒരു വലിയ വെളിപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെ മരണമുണ്ടോ, നോഹയുടെ കാലഘട്ടത്തിൽ ഒരു മരണം നടന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ മരണത്തിന് ശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, വലിയൊരു ജനനം സംഭവിക്കപ്പെടുകയാണ്. ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ മരണ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന സമയങ്ങളിൽ ഒരു ഉണർവിന്റെ കാറ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നു. ഉണർവ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. സഭകളിൽ കൂട്ടമായി യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച ജനങ്ങൾ ഓടിക്കയറാൻ പോകുന്നു. കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവസഭയുടെ ഇന്നത്തെ സ്ഥിതികൾ മാറാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് മൂടിക്കെട്ടിയിരിക്കുകയാണ്. മനുഷ്യരുടെ അടുത്ത് ചെന്നൊരു കൈ കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെ ഡിസ്റ്റൻസ്, പിന്നെ ആ ഒരു നമ്മുടെ ലൈഫിൽ ഡിസ്റ്റൻസ് ഇടിപ്പിച്ച് നമ്മുടെ ആരാധനകളെല്ലാം കൊട്ടിയടക്കപ്പെടുത്ത ആ ലെവലിലാക്കിയെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി സ്വർഗത്തിൽ നിന്ന് പൈശാചിക ലോകത്തിന്റെ മേൽ വന്ന് ഭവിക്കപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ ഏതൊക്കെ നിലവാരങ്ങളിൽ മനുഷ്യനെ കൊന്നു മുടിച്ചു കളഞ്ഞോ, അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും വരുന്ന പിശാച് ഈ ലോകത്ത് വന്ന ദൈവമല്ല ഈ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ മാനുഷിക വ്യക്തികളുടെ ശക്തികളുടെ ബുദ്ധിയുടെ പിന്നെ അല്ലെങ്കിൽ നെഗറ്റീവായ പലതരത്തിലുള്ള ഐഡിയകളുടെ ഫലമായി ഇന്ന് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് ദൈവം ഇതിന് 100 മടങ്ങ് ഒരു പ്രതിഫലം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. വലിയ ഒരു കൂട്ടമായ വിടുതൽ നമ്മൾ കാണാൻ പോവുകയാണ്. ശിംശോൻ 1000 പേരെ കൊന്നെങ്കിൽ അതിനേക്കാൾ വലുതായി പ്രൈസ് ദി ലോർഡ് 3000 പേര് പത്രോസിന്റെ പ്രസംഗത്തിലൂടെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ശിംശോൻ അതിനുശേഷം ആദ്യം 1000 പേരെ കൊന്നു, വീണ്ടും മരിക്കാൻ സമയത്ത് 3000 പേരെ കൊന്നു. പക്ഷെ പുതിയ നിയമം മരണത്തിന്റെ ശുശ്രൂഷയല്ല, പുതിയ നിയമം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയാണ്. അവിടെ മരണത്തിന്റെ ശക്തിയില്ല. നമ്മളെ ന്യായം വിധിക്കാനും ജഡ്ജ്മെന്റ് ചെയ്യാനും കൊല്ലാനും മുടിക്കാനും പിന്നെ നമ്മളെ ഐശ്വര്യലാക്കാനും നമ്മളെ കൊറോണ കൊണ്ട് നമ്മളെ തകർക്കാനുമല്ല എൻ്റെ ദൈവം വന്നത്. എൻ്റെ ദൈവം വന്നത് കൊല്ലാനല്ല, നമ്മളെ വളർത്താനാണ്, നമ്മളെ ജനിപ്പിക്കാനാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിൽ മരണമില്ല. മരണത്തിന്റെ ശുശ്രൂഷയല്ല നമ്മൾ ചെയ്യുന്നത്, ജനിപ്പിക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ ഒരു കൂട്ടമായ വിടുതൽ. ബെത്ലഹേമില് യേശു ജനിച്ചു, ദരിദ്രനായി ഭൂമിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യേശു ജനിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രയേലിൽ സംഭവിക്കുന്നത് പുനരുദ്ധാരണത്തിന്റെ വിടുതലിന്റെയും അത്ഭുതങ്ങളുടെയും
വലിയ ഘോഷയാത്രയാണ്. ഹല്ലേലൂയ. യേശു ജനിച്ചത് കൊണ്ട് കൂട്ടമായ വിടുതൽ സംഭവിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകല് യേശു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് മേൽക്ക് മേൽ നമ്മൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്. മേൽക്ക് മേൽ അഭിവൃദ്ധി പ്രാപിക്കും. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ പ്രകാരം പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, 6 മാസമായേ ഉള്ളൂ, 5 6 മാസം ആയതേ ഉള്ളൂ അദ്ദേഹം യേശുവിനെ അറിഞ്ഞിട്ട്. കഴിഞ്ഞ എത്രയോ 40-45 വർഷത്തോളം ആ സഹോദരൻ പറയുകയാണ്, ഞാനൊരു നായർ ഫാമിലി ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ എന്ന് ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടം. ഞാൻ ഇന്ന് വരെ ഒരു നന്മ പ്രാപിച്ചിട്ടില്ല. ഞാൻ എവിടെ ചെന്ന് തൊട്ടിട്ടുണ്ട് അവിടെയെല്ലാം എനിക്ക് പരാജയങ്ങൾ മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കടബാധ്യത കൊണ്ട് ഞാൻ തകർന്നു പോയി. സ്വസ്ഥതയോ സമാധാനമോ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ വെറും 6 മാസം ആയേ ഉള്ളൂ ഞാൻ യേശുവിനെ അറിഞ്ഞു. ഇന്ന് 6 മാസം കൊണ്ട് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, ഉറക്കമുണ്ട്. ഇന്ന് ഞാൻ എന്ത് ചെയ്താലും അവിടെ ഒരു ഫലമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എന്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു. എങ്ങനെയോ എന്റെ സ്വഭാവം വരെ മാറിപ്പോയി, എന്റെ ചിന്താഗതികൾ മാറിപ്പോയി. ഇന്ന് ഞാൻ സന്തോഷവാനായി ജീവിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ ഞാൻ അധ്വാനിച്ചു, പക്ഷെ സ്വസ്ഥതയില്ലായിരുന്നു. ഇന്ന് വലിയ അധ്വാനമൊന്നുമില്ല, വലിയ വരുമാനമില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിയോടെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിയുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ബെത്ലഹേമിനകത്ത് ക്രിസ്തു വന്ന് പിറന്നപ്പോൾ ആ ബെത്ലഹേമിൽ മാത്രമല്ല വിടുതൽ സംഭവിച്ചത്. ആ ക്രിസ്തു വന്ന് പിറന്നപ്പോൾ വിദ്വാൻമാര് ലോക രാജ്യങ്ങളിൽ നിന്നും വിദ്വാൻമാർ അവിടെ വന്ന് മൂരും കുന്തിരിക്കവും എല്ലാം കൊണ്ടുവന്ന് വെച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി. ലോകം മുഴുവനും പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ ഒരു വലിയ റിവൈവൽ സംഭവിക്കാനിടയായി. ഹല്ലേലൂയ. ഒരു ബെത്ലഹേമിൽ ജനിച്ചെങ്കിലും പ്രൈസ് ദി ലോർഡ് ഇന്ന് ഈ ലോകത്തിൽ ആരുടെ ഹൃദയത്തിൽ യേശു ജനിച്ച ഹല്ലേലൂയ, ഏത് ജാതി മതഭേദമന്യേ ഭാഷാ വ്യത്യാസമല്ലാതെ എല്ലാവർക്കും യേശുവിന്റെ കർത്താവ് ഒരു രക്ഷകനായി മാറുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ബെത്ലഹേമിന്റെ ചരിത്രം കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു ചരിത്രമാണ് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നസ്രയനായ ദൈവം, നസ്രയത്ത് എന്ന് പറയുന്ന ദൈവം, ആ ദേശത്തെ കുറിച്ച് പ്രൈസ് ദി ലോർഡ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നസ്രയത്ത് നിന്ന് വന്നു, നസ്രയനായ ക്രിസ്തു എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കല് ഒരു വ്യക്തി നദനേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ, ഒരു ആത്തിയുടെ കീഴിലിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഒരു വ്യക്തി ഓടി വരികയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന അഭിഷിക്തം എന്ന് പറയുകയാണ്, നദനേലെ പ്രൈസ് ദി ലോർഡ് ഒരു ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. മോശ പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞ ആ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നദനേൽ പെട്ടെന്ന് ലൂക്കോസിൽ 1:47 വായിക്കുമ്പോൾ ഇതുണ്ട്. ബെത്ലഹേമിനെ കുറിച്ച് മത്തായി 2-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറയുകയാണ്, നദനേൽ എടുത്ത വായി ചോദിക്കുന്നത് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും. അതൊരു പഴഞ്ചൊല്ലാണ്, അതൊരു പഴഞ്ചൊല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പലരും നമ്മളെ നോക്കി ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇവൻ രക്ഷപ്പെടുവോ? പ്രൈസ് ദി ലോർഡ്. ഇവൻ നന്നാവും, ഇവൻ ഒരിക്കലും നന്നാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പല വ്യക്തി നമുക്കറിയാവുന്ന ചില എൻ്റെ കൂട്ടുകാരനുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അവനെ കണി കണ്ടു കഴിഞ്ഞാൽ അന്ന് നാഴി അരി കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു പഴഞ്ചൊല്ല് പോലെ ആൾക്കാരുടെ ശാപം പിടിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഇസ്രയേൽ ജനത്തിന്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നസ്രയത്തിൽ നിന്നും ഒരു നന്മ ഉണ്ടാകുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നദനേൽ പെട്ടെന്ന് എടുത്ത് ചോദിക്കുന്നത് അത് തന്നെ ചോദിക്കുകയാണ്, ഈ ദേശത്തു നിന്ന് ഒരു നന്മ ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ഫിലിപ്പോസ്, നീ വന്ന് കാണുക, നീ അവിടെ ഇരുന്നാൽ നിനക്ക് നന്മ ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെ, പലരുടെയും ജീവിതത്തിൽ നന്മ ഉണ്ടാകാത്തതിന് കാരണം പ്രൈസ് വീടുകൾക്കകത്ത് ഒതുങ്ങിയിരുന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്ന് സുവിശേഷം കേൾക്കുന്നുണ്ട്. TV ഓൺ ചെയ്ത് വലിയ വലിയ ഉന്നതന്മാരായ അഭിഷിക്തന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുക. അവരുടെ പാരമ്പര്യം വിട്ട് ഇറങ്ങാൻ അവർ തയ്യാറല്ല. അവർ വന്ന് കാണാൻ താല്പര്യമുള്ളവരല്ല. അവർ ആ ഊരിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഒരു കുരുടനായ മനുഷ്യനോട് പറഞ്ഞു, അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, ഇനി മേലിൽ ഈ ഊരിനകത്ത് നീ കയറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു വിടുതലിന് വേണ്ടി നീ ഇറങ്ങി വന്നെങ്കിൽ
ഇനി ആ ദേശത്തിൽ നിന്ന് മടങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം ആ ദേശമാണ് നിന്നെ ഇപ്രകാരമാക്കി തീർന്നത്. കാരണം ആ ദേശത്തുള്ളവർ നല്ലതൊന്നും പറയത്തില്ല, നിന്നെ എന്നും അന്ധനായിട്ടേ അവർ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങേണ്ടി വരും. നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും, എത്ര പെന്തക്കോസുകാരനെന്ന് പറഞ്ഞാലും, എത്ര വലിയ മാനസാന്തരം നമുക്ക് വന്നെന്ന് പറഞ്ഞാലും, നമ്മൾ അവരോട് ചെന്ന് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചാലും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സ്വന്തം നാട്ടുകാരോ വീട്ടുകാരോ ഒരിക്കലും നമ്മളെ ഒരു നല്ല വിശുദ്ധനായിട്ടോ ഒരു അഭിഷിക്തനായിട്ടോ ഒരു വ്യക്തിയായിട്ട് നമ്മളെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വന്തം ദേശത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും തനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആശാരിയായ ഒരു യോസേഫിന്റെ മകനല്ലേ ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സഹോദരനെയും സഹോദരിമാരെയും നമുക്കറിയാമല്ലോ, ഇന്ന ആളിന്റെ മകനല്ലേ, തച്ചന്റെ മകനല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ ആ ലെവലിലാ കണ്ടത്. അതുകൊണ്ടാ യേശു വചനം പറയുന്നത് തന്റെ സ്വന്തം ദേശത്ത് കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവര് ആ നിലവാരത്തിൽ അവർ കാണുന്നത് വിശ്വാസത്തോടു കൂടിയല്ല, ദൈവപുത്രനായിട്ടല്ല, പ്രവാചകനായിട്ടല്ല, രക്ഷകനായിട്ടല്ല അവർ കാണുന്നത്. പക്ഷേ കർത്താവിനെ അറിയാത്ത ജനം രക്ഷകനായി കർത്താവിനെ കണ്ടു, പ്രവാചകനായി കണ്ടു, ദൈവപുത്രനായി കണ്ടപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്ന് ഇതിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച്, നിന്റെ നാട്ടുകാർക്കും ദേശക്കാർക്കും നിന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ മണ്ടനാണ്, ഒരു കഴുതയാണ് ഇവൻ, വകതിരിവില്ലാത്തവനാണ് ഇവൻ, ഒരു കാര്യം ചെയ്താൽ അത് ഗുണപ്പെടത്തില്ല, അവൻ സ്ഥിരതയില്ലാത്തവനാണ്, അവൻ എവിടെ ചെന്നാലും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഇവൻ ഒരിക്കലും നന്നാകത്തില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് പഴഞ്ചൊല്ലുകൾ നിന്നെ കുറിച്ചുണ്ട് എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ നിന്നും, നിന്റെ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്നും നീ പുറത്തിറങ്ങിയിട്ട് എന്റെ ദൈവത്തെ കാണാൻ വേണ്ടി നീ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഒരു നന്മ നീ കാണാൻ പോവുകയാണ്. നിന്റെ ചരിത്രം യേശു നീ പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു തരും. നീ ആരുടെ മകനാണെന്ന് കർത്താവ് പറഞ്ഞു തരാൻ പോവുക. നീ ഇരുന്ന സ്ഥലം എവിടെയാണെന്ന് കർത്താവ് പറഞ്ഞു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ആ ദേശത്തിൽ കാല് ചവിട്ടിയപ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കെട്ട് പൊട്ടുകയാണ്, പഴഞ്ചൊല്ലിന്റെ കെട്ടങ്ങ് പൊട്ടുകയാണ്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്, ചീര ദ്വീപ് എന്ന് അറിയപ്പെടുന്ന ഒരു എൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആ എറണാകുളത്ത്. പ്രൈസ് ദി ലോർഡ്. വലിയ യാക്കോബ ഫാമിലിക്കകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഈ സഹോദരന് കുഞ്ഞുനാളിൽ തന്നെ ശാപഗ്രസ്തനായി, എവിടെ ചെന്നാലും ഗതി പിടിക്കാതെ, എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത ഒരു റൗഡിയായി, അടിപിടിയൊക്കെ കൂടി ചന്തയ്ക്കകത്ത് സാധാരണ ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു റൗഡിയെ പോലെ ജീവിച്ചവരാണ്. തൻ്റെ അപ്പൻ തനിക്ക് ജീവിക്കാൻ വേണ്ടി കുറച്ച് വസ്തുവകകളെല്ലാം കൊടുത്തു. അവിടെയെല്ലാം താന് കൃഷിയെല്ലാം ചെയ്ത്, ചീരകൃഷി ചെയ്യുമായിരുന്നു. അത് ചെയ്ത് കൊണ്ടുവന്നും ചന്തയെ കൊണ്ടുവന്ന് വിൽക്കുന്നവനായിരുന്നു അവന്. അതുകൊണ്ടാണ് ചീരദ്വീപ് എന്ന അവന്റെ പേര്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചീരദ്വീപ് ഒരിക്കല് പ്രൈസ് ദി ലോർഡ് തന്റെ അപ്പനുമായി വഴക്കെട്ട് ചന്തയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സ്വസ്ഥതയില്ല, സമാധാനമില്ല. തന്റെ അപ്പനും അമ്മയും തന്റെ ബന്ധുക്കളും തന്റെ നാട്ടുകാരൊക്കെ പുച്ഛിച്ച് പരിഹസിച്ച് ഇരട്ടപ്പേര് പറഞ്ഞ് വിളിച്ച് കളിയാക്കി, മണ്ടനെന്ന് പറഞ്ഞ്, ഒരിക്കലും ഗതി പിടിക്കാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ പുള്ളി രാവിലെ ചന്തയിൽ പോകുമ്പോൾ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറും. പ്രൈസ് ദി ലോർഡ്. ആ ചായക്കടക്കാരൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ചീരദ്വീപിനെ കാണുമ്പോൾ തന്നെ ഹല്ലേലൂയ അദ്ദേഹത്തിന് പറയും, ഇവിടെ കയറി പോകരുത്. ആദ്യം ആൾക്കാർ, ഗുണപ്പെട്ട നല്ല ഐശ്വര്യമുള്ള ആൾക്കാർ കയറി ചായ കുടിച്ചിട്ട് നീ അകത്ത് കയറിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ചീരദ്വീപിന് ആദ്യം കയറ്റത്തില്ല. ഈ കട തുറന്ന ഉടനെ ചീരദ്വീപ് അതിനകത്ത് കയറി ചായ കുടിച്ചാൽ ആ ചായക്കടക്കാരൻ പറയുന്നത്, പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു കച്ചവടവും നടക്കത്തില്ല. അത്ര ശാപഗ്രസ്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ചായക്കടക്കാരൻ അദ്ദേഹത്തെ കരുതില്ല. ആദ്യത്തെ ആ ചായ ഇവന് കൊടുക്കത്തില്ല. പ്രൈസ്, ഇവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയില്ല. അങ്ങനെ അവന് ചായക്കട അവന്റെ തൊട്ടടുത്തായതുകൊണ്ട് ദൂരെ ഇവന് ഇഷ്ടമുള്ള ചായ ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടും ഈ സ്ഥിരമായിട്ട് ആരെങ്കിലും ആദ്യം വന്ന ഐശ്വര്യമുള്ളവൻ അകത്ത് കയറിയാലേ ചീരദ്വീപിനകത്ത് കയറാൻ പറ്റും. അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ ശാപം പിടിച്ചവനായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്താണ്? ഇവൻ ശാപം പിടിച്ചവനാണ്. ഇവന്റെ മുഖം കണ്ടാൽ അന്നത്തെ ദിവസം പോക്ക. ഇവൻ വീട്ടിൽ വന്ന് കയറിയാൽ വിഷയമാണ്. നമ്മൾ പലപ്പോഴും പണ്ട് ഞങ്ങളുടെയൊക്കെ ആ ഒരു ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ നാളുമായി ബന്ധപ്പെട്ട് ശുക്രദശ കൊണ്ട്, എനിക്ക് ജനിച്ച അന്ന് മുതൽ ഒരു 11 വയസ്സ് വരെ
ശുക്രദശയായിരുന്നു. ആ 11 വയസ്സോടുകൂടി വിടുതലായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 11 വയസ്സുള്ള സമയത്ത് രാവിലെ എന്നെ കണി കാണാൻ വേണ്ടി പിന്നെ 1-ാം തീയതി ഇരിക്കാൻ വേണ്ടി വിളിക്കുമായിരുന്നു. പണ്ട് എപ്പോഴും ഓർമ്മയുള്ള സംഭവമാണ്. 1-ാം തീയതി ഇരിക്കാൻ കേട്ടിട്ടുണ്ടോ? 1-ാം തീയതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? 1-ാം തീയതി ഈ നല്ല പിന്നെ ഐശ്വര്യമുള്ളവരെ മുഖം കണ്ട് അങ്ങനെ എന്ത് ചെയ്യും, പല വീടുകളിലും പല സ്ഥലങ്ങളിലും എന്നെ ഈ ശുക്രദശയായിരുന്നു എൻ്റെ ആ സമയത്ത്. അതനുസരിച്ച് രാവിലെ ചെന്ന് 1-ാം തീയതി അവർ രാവിലെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ തലേ ദിവസം അവിടെ കൊണ്ടുവന്ന് കിടത്തും. ആ വീട്ടിൽ കിടത്തിയിട്ട് എൻ്റെ മുഖം കണ്ടുകൊണ്ട് അവർ എഴുതുന്നത്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറയുന്ന പോലെ ഐശ്വര്യമാണ്. കാരണം നമ്മുടെ നാളും നമ്മുടെ ദശയും അനുസരിച്ച് ആ സമയത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 11 വയസ്സ് കഴിഞ്ഞ് എന്നെ കണ്ടവരെല്ലാവരുടെ കാര്യം തീർന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ശനിദശയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ശുക്രദശ വരുമ്പോൾ എല്ലാവർക്കും കാണാം നന്മ. ശനിദശ വന്നപ്പോൾ എന്റെ മുഖം കാണുന്നവരൊക്കെ ഇന്നത്തെ ദിവസം എനിക്ക് പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുപോലെ ഒരു മനുഷ്യനാണ് വരും. ശനിദശ പിടിച്ചവൻ, പ്രൈസ് ദി ലോർഡ്. ഗതി പിടിക്കാത്തവൻ, കണി കാണാൻ കൊള്ളാത്തവൻ, പ്രൈസ് ദി ലോർഡ്. ഒരു പഴഞ്ചൊല്ല്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദിവസം ആത്മഹത്യക്ക് വേണ്ടി ഈ സഹോദരൻ തയ്യാറായി. എറണാകുളം പട്ടണത്തിലൂടെ ആത്മഹത്യക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനോ എന്തോ അന്വേഷിച്ച് പോവുക. പോയ വഴിക്ക് മറൈൻ ഡ്രൈവർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തങ്കു ബ്രദർ എന്ന് പറയുന്ന അഭിഷിക്തന്റെ ഒരു വലിയ ക്രൂസൈഡ് അവിടെ നടക്കുകയാണ്, ഹെവൻലി ഫീസ്റ്റുകാരുടെ. ആ ക്രൂസൈഡിനകത്ത് ഈ പുള്ളി ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായി. ഒരു കാന്തം സൂചി ആകർഷിക്കുന്നത് പോലെ ആ അവന്റെ സമയവും ആ സീസൺ ദൈവം അവനെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടതുകൊണ്ട് അവന്റെ കറക്റ്റ് ടൈം, അവനെ ദൈവം വിളിക്കേണ്ട സമയത്ത് അവൻ ആത്മഹത്യ ചെയ്യുക. പിശാച് അതിനു മുമ്പ് അവനെ കൊല്ലാൻ കൊണ്ടുപോവുക. പക്ഷെ ദൈവാത്മാവ് വചന ശബ്ദം കേട്ട്, പ്രസംഗത്തിന്റെ ആ ശബ്ദം കേട്ട് ഇവന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് ഓടിപ്പോയിട്ട് അവൻ മരണവെപ്രാളത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവൻ ഈ ഗ്രൗണ്ടിനകത്ത് ഓടിക്കേറിയപ്പോൾ തങ്കു ബ്രദറോ തോമസ് കുട്ടി ബ്രദറോ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ വചനം, നീ മരിക്കേണ്ടവനല്ല, ഹല്ലേലൂയ, ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന എന്തോ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കർത്താവ് ഇവനെ തൊടാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതം മാറി. പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു. അവൻ മണിക്കൂറുകൾ പൊട്ടിക്കരഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആരാധിച്ച് അവന്റെ ലൈഫിൽ ജനിച്ചതിന് ശേഷം അന്ന് വരെ ഇല്ലാത്ത സന്തോഷം അവന്റെ ഉള്ളിലുണ്ടായിട്ട് അവൻ തുള്ളി ചാടി ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു, പാരമ്പര്യ ക്രിസ്ത്യാനികളായ യാക്കോബക്കാരായ ആ ഭവനത്തിൽ ചെന്ന് അപ്പന്റെയും അമ്മയോടും പറഞ്ഞു, അപ്പാ അമ്മ, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ മരിക്കാൻ പോയവനാ, പക്ഷേ എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ താമസിക്കുന്നു. ബെത്ലഹേമില് ജനിച്ച യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി എന്റെ ജീവിതം പഴയതുപോലെ ആകത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പനും അമ്മയും പറഞ്ഞു, പെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിയുടെ ഭവനത്തിനകത്ത് ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അകത്ത് കയറിയപ്പോൾ കർത്താവായ യേശുവിനെയാണ് അവൻ രക്ഷിതായി സ്വീകരിച്ചത്. പക്ഷേ അവന് കിട്ടിയത് പ്രൈസ് ദി ലോർഡ്, പാരമ്പര്യ ക്രിസ്ത്യാനിയായ അവന്റെ അപ്പൻ പറയുകയാണ്, ഇറങ്ങിക്കോ ഈ വീട്ടിൽ നിന്ന്. ഹല്ലേലൂയ. ഒരു RSSകാരന്റെ വീട്ടിനകത്തല്ല സംഭവിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ കയ്യാലല്ല, ക്രിസ്തീയ വിരോധികളുടെ കയ്യാലല്ല. ഈ കർത്താവിന്റെ സ്വന്തം ജനമെന്ന് പറയുന്നവരാണ് ഇന്ന് യേശുവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ അടിച്ച് പുറത്തിറക്കി. ഹല്ലേലൂയ. അവനെ കൊടുത്ത 10-15 സെന്റ് സ്ഥലം അവനെ എഴുതി കൊടുത്തു. എന്നിട്ട് അവനെ അടിച്ച് പുറത്തായി. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം രാവിലെ അവൻ ആ ചായക്കടയിലെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പോൾ ആ മനുഷ്യൻ നോക്കിയപ്പോൾ ദീപുവിന്റെ മുഖം ഭയങ്കര ഒരു പ്രകാശം. പഴയ മുഖമല്ല, പഴയ ഗുണ്ടയുടെ മുഖമല്ല. പ്രൈസ് ദി ലോർഡ്. ആ ചായക്കടക്കാരൻ പറഞ്ഞു, വന്ന് ചായ കുടിക്കാൻ പറഞ്ഞു. അന്ന് ചായ കൊടുത്തതിന് ശേഷം ആ കട തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഇല്ലാത്ത കച്ചവടം ആ കടയ്ക്കകത്തുണ്ടായി. അത് ആ കടക്കാരനെ ഞെട്ടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറയുകയാണ്, ദീപു, നാളെ മുതൽ ആദ്യത്തെ ചായ നിനക്കാണ്. പ്രൈസ് ദി ലോർഡ്. നീ എല്ലാ ദിവസവും ഇവിടെ വരണം. എല്ലാ ദിവസവും എന്റെ കടയ്ക്കകത്ത് വന്നിരുന്ന ആദ്യത്തെ ചായ നീ കുടിക്കണം. ആദ്യത്തെ പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോ, ഒരു വ്യക്തിയെ തന്നെ 2 ചരിത്രമാണ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ പഴഞ്ചൊല്ല് കേട്ട് ശാപം പിടിച്ചവനെന്ന് കേട്ടവൻ യേശു കർത്താവെന്ന് ആ നന്മ നിറഞ്ഞ ദൈവം
അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന്റെ ചരിത്രം മാറുകയാണ്, അവന്റെ തലവര മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്ക് അവനെ കണ്ടുകൂടായിരുന്നോ അവർക്ക് അവനെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ്. ആരവരെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഗതി പിടിക്കൂലെന്ന് പറഞ്ഞോ, ആ വ്യക്തി ഇന്ന് ഗതി പിടിക്കുന്നത് അവനെ കണ്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ചരിത്രം അന്നു മുതൽ അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ദൈവം അപ്പം കൊടുത്ത് അപ്പൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവൻ അനാഥനെ പോലെ നടക്കുകയാണ്. എന്നാൽ അവന്റെ കൂടെ യേശു ഉണ്ടായിരുന്നു. അവൻ സന്തോഷിക്കാൻ തുടങ്ങി. അവൻ ആലയത്തിൽ വന്നു, ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അവൻ എവിടെ ചെന്ന് കൈവച്ചാലും സമ്പത്ത് കുന്നുകൂടാൻ തുടങ്ങി. അവൻ ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അവന് അപ്പൻ കൊടുത്ത 10 സെന്റ് എത്ര സ്ഥലം, ആ സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഒരു ഫാക്ടറിക്കാർ വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഫാക്ടറിക്കാർ ഒരു ദിവസം അവനോട് ഈ സ്ഥലത്തിന്റെ വില ചോദിച്ചപ്പോൾ അവൻ ഒരു വലിയ വില പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വിലയ്ക്ക് ആ ഫാക്ടറിക്കാര് ഈ സ്ഥലം എടുത്തു. വളരെ തുച്ഛമായി വിലയില്ലാതെ കിടന്ന സ്ഥലം യേശുവിനെ അറിഞ്ഞ് അവന്റെ ജീവിതത്തില് ആ പഴഞ്ചൊല്ല് മാറിയപ്പോൾ, ശാപം പൊട്ടിയപ്പോൾ, പിന്നെ ഇവനെ കാണുന്നവരൊക്കെ ഇന്ന് ഒരു കോടീശ്വരൻ പോവുകയാണ്, ഒരു മൾട്ടി ബില്യണർ പോവുകയാണ്. ഇവനെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് ആ ദേശത്തിൽ തൃപ്പൂണിത്തറയില്, ആ എറണാകുളത്ത് ഇന്ന് അവനെ കാണുന്നവരും കേൾക്കുന്നവരും അവന്റെ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അവന്റെ ഭാര്യയുടെ വീട്ടിൽ എല്ലാ മനുഷ്യർക്കരുടെ മുമ്പില് ഏറ്റവും ഉന്നതനാക്കി എന്റെ ദൈവം അവനെ മാറ്റുവാനിടയായി. എവിടെ കിടന്നവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും നമ്മളെല്ലാം എവിടെ കിടന്നവരാണ്. പക്ഷേ നമ്മുടെ തലവര മാറ്റിയത്, നമ്മുടെ ശാപം പിടിച്ചവനെന്നുള്ള വിളി മാറ്റിയത്, നമ്മളെ കണി കണ്ടാൽ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവന്റെ ആ വാക്കിനെ മാറ്റിയ, ചരിത്രത്തെ മാറ്റിയ, നമ്മുടെ ഗതിയില്ലാത്ത നമ്മളെ ഗതിയുള്ളവനാക്കി മാറ്റിയ ഒരൊറ്റ നാമമാണ് നസറേയനായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ആ നസറേയനായവൻ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അന്ന് മുതൽ പഴഞ്ചൊല്ല് മാറി നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു പട്ടണത്തിന്റെ സ്ഥിതി മാറ്റിയ ദൈവം, ഒരു ദേശത്തിന്റെ പേര് ചേഞ്ച് ആക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. നദനേലിന്റെ ലെവൽ അങ്ങ് മാറ്റി കളഞ്ഞ ദൈവം. അല്ല, ഇരുന്നിടത്ത് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇരുന്ന ഇടങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളെ പിടിച്ചോണ്ടിരിക്കരുത്. വീട്ടിനകത്തുനിന്ന് വെളിയിറങ്ങാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ ആരാധിക്കാൻ വേണ്ടി എഴുന്നേക്കണം. നന്മ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. നീ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ തയ്യാറാണ്. രക്തസ്രാവക്കാരി വീട്ടിനകത്തിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് സൗഖ്യം വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവൾ രക്ഷകനെ കാണാൻ വേണ്ടി വീട്ടിനകത്തുനിന്ന് ഇറങ്ങി ഓടി. പ്രൈസ് ദി ലോർഡ്. അവൾ കണ്ടത് യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. നസറേയനായ യേശുവിനെ കാണാൻ അവൾ ഇറങ്ങി ഓടിയത്. അവൾ ഒരിക്കലും നാട്ടുകാരെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. വലിയൊരു പുരുഷാരത്തിന്റെ ഇടയിലൂടെ അവൾ ഓടുകയാണ്. അവൾ വീട്ടിനകത്തിരുന്നാൽ അവർക്ക് വിടുതലില്ല, പുരുഷാരത്തെ കണ്ടാൽ അവൾക്ക് വിടുതലില്ല. പക്ഷെ നസറേയനായ യേശുവിനെ കണ്ടാൽ ഇന്ന് പകൽ എനിക്കും നിനക്കും ആ രക്തസ്രാവക്കാരിയെ പോലെ ഒരിക്കലും മാറാത്ത ബാധ എന്തുണ്ടെങ്കിലും, ഏത് രോഗമോ ഏത് ബന്ധനമോ എത്ര വർഷം പഴക്കമുള്ള കെട്ടുണ്ടെങ്കിലും ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് യേശുവിനെ കാണാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവത്തെ കാണാൻ നീ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം, നിന്റെ വിധികളെ ദൈവം മാറ്റാൻ പോകുന്നു. അനേകർ നിന്നെ നോക്കി ഇത് നിന്റെ വിധിയാണ്, ഇത് നീ അനുഭവിക്കാനുള്ളവനാണ്, ഇത് നിന്റെ നക്ഷത്രത്തിന്റെ ഫലമാണ്, നീ ജനിച്ച ദേശത്തിന്റെ പ്രശ്നമാണ്, നീ വസിക്കുന്ന ആ ഭവനത്തിന്റെ ബന്ധനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽ നീ എഴുന്നേക്കണം. യേശുവിന് വേണ്ടി എഴുന്നേക്കണം. കർത്താവിനെ കാണാൻ ഇറങ്ങി ഓടണം. ആ ദൈവത്തിന്റെ ആ തിരുമുഖം കാണുമ്പോൾ ദൈവം നിന്റെ സ്ഥിതി, നിന്റെ ഫ്യൂച്ചർ, നിന്റെ കെട്ട്, നിന്റെ രോഗബന്ധനം, നിന്റെ ബാധകൾ അഴിയാനിടയാകും. പലപ്പോഴും നമ്മൾ കിടന്നിടത്ത് തന്നെ കിടക്കും. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഈ നെടുമങ്ങാട് മഞ്ച ജേറ്റേഴ്സിന്റെ അടുത്ത് ഒരു ഉണക്ക വീടിനകത്ത് കിടന്നിരുന്നെങ്കിൽ ഇന്നും ഗതി പിടിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാടും ദേശവും വിട്ടു പോകാൻ വേണ്ടി ദൈവം വിളിച്ചിറക്കിയപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി ഓടിയത് കൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർക്ക് ചില പിടുത്തങ്ങളുണ്ട്. ഈ പിടുത്തം വിട്ട് ഇറങ്ങരുത്. എന്റെ വീട്, എന്റെ സ്ഥലം, എന്റെ അപ്പം തന്ന സ്ഥലം, എന്റെ പിതാക്കന്മാരുടെ സ്ഥലം. പ്രൈസ്. പിതാക്കന്മാരെല്ലാം അവിടെ കിടന്ന് ആസ്മ പിടിച്ച് മരിച്ചതാണ്. എന്നാലും ഈ പുള്ളി വലിച്ചുകൊണ്ട് കിടന്നാലും അവിടെ നിന്ന് ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും മനസ്സിലാക്കുക, ചില മനുഷ്യരോട് വെളിപ്പാട് പറഞ്ഞ വിവരമില്ലാത്ത ഈ വ്യക്തികള് അത് ഏറ്റെടുക്കൽ. വെളിപ്പാടിലാണ് ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ദൈവിക വെളിപ്പാടുകൾ, ദൂതുകളും
അതുപോലെ അനുസരിച്ച് നീ ചാടി വെളിയിലിറങ്ങാൻ നോക്ക്. കർത്താവ് നിന്റെ സ്ഥിതിക്ക് മാറ്റം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ദേശങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില ഭവനങ്ങൾ, ചില കുടുംബങ്ങൾ അത് ബന്ധിക്കപ്പെട്ടതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറയും, പുറത്തിറങ്ങുക, കം ഔട്ട്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ഏരിയ വിട്ട്, സ്ഥലം വിട്ട്, നിന്റെ ആ സിറ്റുവേഷൻ വിട്ട് ചാടി ഇറങ്ങുക. ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കാനിടയാകും. ഷെർമാത്തിന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. തന്റെ അപ്പനെയും അമ്മയും കുടുംബത്തെ മുഴുവൻ എനിക്കറിയാന്നുള്ള. പ്രൈസ് ദി ലോർഡ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ അറിഞ്ഞ സുവിശേഷ വേല ഇറങ്ങിയ സമയത്ത് സാൽവേഷൻ ആർമി ചർച്ചിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അന്ന് അവരോട് പറഞ്ഞ് ഞാൻ ഒരു മണിക്കൂറോ അരമണിക്കൂർ എത്ര സമയം ഞാൻ പ്രസംഗിച്ചു അവിടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് പ്രസംഗിച്ച് ഇറങ്ങി ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ അഭിഷേകത്തിൽ നിറഞ്ഞ് വചനം പറയുകയാണ്. പക്ഷേ മയിൽക്കുറ്റി പോലെ, മരിച്ചവരെ പോലെ അവിടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിന്റെ പ്രസാദം, ആ പ്രകാശം അവരുടെ ഉള്ളിൽ ചെന്നിട്ടില്ല. അവരൊരു പാരമ്പര്യ ക്രിസ്ത്യാനികളായി, പാരമ്പര്യമായി എൻ്റെ അപ്പൻ ആരാധിച്ച സ്ഥലത്ത് അപ്പൻ ഇരുന്ന കസേര, അപ്പൻ ഉണ്ടാക്കിയ പിന്നെ പള്ളി, അപ്പം കൊടുത്ത സ്ഥലം, അപ്പം കൊടുത്ത വാതില്, അത് തുറന്ന് അവർ കയറി അപ്പം കൊടുത്ത കസേരയിൽ വന്നിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർക്ക് ചലനമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല ഉന്നതമായ പൊസിഷനൊക്കെ ഷെർമാത്തിന് കൊടുത്ത് യൂത്തിന്റെയൊക്കെ എന്തോ ലീഡറാക്കി അമേരിക്കയിൽ വരെ കൊണ്ടുപോയി. അവര് സാൽവേഷൻ ആർമിക്കാരെ കൊണ്ടുപോയി. വലിയ ഇതൊക്കെ ആ സമയത്താണ് നമ്മളിവിടെ വന്ന് സഭയൊക്കെ തുടങ്ങി. അപ്പോൾ ഷെർമാത്തിനോട് ഞാൻ പറഞ്ഞു, സുവിശേഷമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സഭ വിട്ട് ഞങ്ങളുടെ അപ്പന്റെ പാരമ്പര്യം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത് കാല് വെക്കുന്ന പള്ളിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ വരേണ്ട കാര്യം എനിക്കില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾക്ക് മുമ്പേ ഞാൻ നീ ശ്രീജു, നീ ഇന്നലെ മെനഞ്ഞാന്ന് ക്രിസ്ത്യാനിയാവനാണ്. ഞാൻ ജനിച്ചപ്പോഴേ ക്രിസ്ത്യാനിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ ഷെർമാത്തി ഇവിടെ കിടന്ന് ഞാൻ ചാടി ഡൈവ് ചെയ്ത് വർഷിപ്പ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ സംഭവിച്ചു? പാരമ്പര്യം വെളിപ്പാട് കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യം നമ്മുടെ കണ്ണ് തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു, നസറേയനായ യേശു നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആ വെളിപ്പാട് കത്താനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാരമ്പര്യം വിട്ട് ആ സഹോദരൻ എപ്പോ പുറത്തു വന്നു, ഇപ്പോൾ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ വീട്ടുകാരെല്ലാം പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് തന്റെ ദാസൻ കുടുംബം തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ദൈവം കൊടുത്ത വെളിപ്പാടിനകത്ത് നിന്ന് ആത്മാവിന്റെ സത്യത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സഹോദരൻ മനസ്സിലാക്കാൻ സാധിക്കും, പണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ കാണിച്ചു തന്നതല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. ശമരിയക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ആ മലയിലല്ല, ഈ മലയിലല്ല, എന്റെ പിതാക്കന്മാർ പറഞ്ഞതല്ല ശരി. പ്രൈസ് ദി ലോർഡ്. മശിഹയെ കാണുവാൻ, തിരിച്ചറിയുവാൻ ഒരു ഭാഗ്യം കിട്ടിയ നിങ്ങൾ ദൈവസന്നിധിയിൽ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ അപ്പനും അമ്മയും പറഞ്ഞതിലല്ല വെളിപ്പാട്. നിനക്ക് ദൈവം നിന്റെ അകത്തെ മനുഷ്യനെ, നിന്റെ ഹൃദയ ദൃഷ്ടിയെ പരിശുദ്ധാത്മാവ് തുറന്നിരിക്കുകയാണ്. വ്യക്തിപരമായി നീ ദൈവത്തെ കണ്ടുമുട്ടണം. വ്യക്തിപരമായി നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകണം. വ്യക്തിപരമായി ദൈവം ആരെന്ന് നീ തിരിച്ചറിയണം. നിന്റെ അപ്പനും അമ്മയും കാണിച്ചിരുന്ന വഴിയിലല്ല നീ നടക്കേണ്ടത്. പിതാക്കന്മാരുടെ വഴികളിൽ നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ ദൈവം വിളിച്ചത് ഇന്നിന്റെ വെളിപ്പാടിൽ ജീവിക്കാനാണ്. അടുത്ത സ്ഥലമാണ് ഗലീല ദേശം. പറഞ്ഞാട്ടെ, ഗലീല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്ത സ്ഥലമാണ്. ഹല്ലേലൂയ. എന്താണ് ഗലീലയുടെ ഒരു പ്രത്യേക ചരിത്രമുണ്ട്. ഗലീല എന്ന് പറയുന്ന ദേശത്തിന്റെ ഒരു പ്രത്യേകത, ആ ദേശം ഏകദേശം 20 പട്ടണങ്ങൾ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 20 പട്ടണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, പണ്ട് ശലോമൻ രാജാവ് ആലയം പണിയുന്നതിന് വേണ്ടി ഹീരാം എന്ന് പറയുന്ന രാജാവിന്റെ അടുക്കൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു. അല്ലയോ രാജാവേ, പ്രൈസ് ദി ലോർഡ്, ലെബനോൻ എന്ന് പറയുന്ന ദേശത്ത് ഏറ്റവും സരളവൃക്ഷവും ദേവദാരുവും ഒക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ മരങ്ങളുണ്ട്. അത് എനിക്ക് വേണം, ആലയം പണിയാനാണ്. അങ്ങയുടെ ദാസനായ ആ ശലോമൻ എഴുതിയ കത്തിന്റെ ഒരു പ്രത്യേകത, അങ്ങയുടെ ദാസനായ, ദാസനെന്ന് ദാവീദ് സകല രാജ്യങ്ങളെയും അടക്കി ഭരിച്ച ഉന്നതനായ ചക്രവർത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹീരാം എന്ന് പറയുന്ന രാജാവ് ദാവീദിനെ സംബന്ധിച്ച് ഒന്നുമേ അല്ല. പക്ഷേ അവിടെ ഒരു താഴ്മയായിട്ട് എഴുതുകയാണ്, അങ്ങയുടെ ദാസനായ ദാവീദിന്റെ മകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എനിക്ക് ആലയം പണിയുവാൻ എനിക്ക് മരം വേണം, അത് തരാൻ അങ്ങയ്ക്ക് ഒരു താല്പര്യമുണ്ടാകണം. അദ്ദേഹം തിരിച്ച് ജാതീയനായ മനുഷ്യൻ ഇങ്ങനെ എത്തെഴുതി, ഹല്ലേലൂയ, നിന്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം നിന്റെ അപ്പനെ അനുഗ്രഹിച്ച ആ ദൈവം, അപ്പന് ഒരു രാജാവായിരിക്കാൻ തക്കവണ്ണം നിന്നെ പോലെ ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത ആ ദൈവത്തിന് ഞാൻ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഇഷ്ടമുള്ള മരം ഞാൻ തരാം. അപ്പോൾ ആ രാജാവ് കൊടുത്ത മരങ്ങൾ കൊണ്ട് ആലയം പണിതപ്പോൾ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്തുണ്ട്? രാജകീയ റോയൽ ലൈഫ് സ്റ്റൈൽ. അല്ലേ പറഞ്ഞ റോയൽ ലൈഫ് സ്റ്റൈൽ. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാര് നമ്മളാരാണ്? രാജകീയ പുരോഹിത വർഗം. നമ്മൾ രാജാക്കന്മാരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ രാജാക്കന്മാര് തമ്മിൽ ഒരു ഇടപാടുണ്ട്. രാജാക്കന്മാര് ഒരു കാര്യം ഇങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിനേക്കാൾ വിലയേറി ഒന്ന് തിരിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ ശലോമോൻ ഇങ്ങോട്ട് വാങ്ങിച്ചു. എന്ത് വാങ്ങിച്ചു? സരളവൃക്ഷവും ദേവദാരുവും വാങ്ങിച്ചു. അപ്പൊ തിരിച്ച് വാങ്ങിക്കുന്നവരല്ല രാജാക്കന്മാര്. എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അതിനേക്കാൾ വിലയേറിയത് കൊടുക്കുന്നവരാണ് രാജാക്കന്മാരുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഒരു രാജകീയ സ്റ്റാൻഡേർഡാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശലോമോൻ എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ ഈ വൃക്ഷങ്ങൾക്ക് പകരം 20 പട്ടണങ്ങൾ, ഗലീല ദേശം ഉൾപ്പെട്ട 20 പട്ടണങ്ങൾ ആർക്ക് കൊടുത്തു? ഹീരാം എന്ന് പറയുന്ന രാജാവിന് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹീരാം രാജാവ് ആ ദേശം കാണാൻ വേണ്ടി, എനിക്ക് ശലോമോൻ രാജാവ് തന്ന ഈ ദേശം കണക്കൊന്ന് കാണണം, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എഴുന്നള്ളി വരികയാണ്. വന്ന് ദേശങ്ങൾ ഉറ്റുനോക്കിയപ്പോൾ ഊമരും ചെകിടരും കുരുടരും ശാപം പിടിച്ച് ഇരുട്ട് ഉള്ള കാബൂൾ ദേശം എന്ന പേര്, പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ഇരുണ്ട് മൂടിക്കിടക്കുന്ന ദേശം. ആ ദേശങ്ങളെ കണ്ടിട്ട് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സഹോദര, എന്നാലും നീ എനിക്ക് ഈ പട്ടണങ്ങളെ തന്നല്ലോ. ഞാനൊരു രാജാവാണ്, ഞാൻ നിനക്കൊരു നന്മ ചെയ്തു, പക്ഷെ നീ എനിക്ക് 20 പട്ടണം തന്നു, ശരിയാ. പക്ഷെ ഈ പട്ടണങ്ങൾ ഇരുണ്ട് മൂടിക്കിടക്കുന്ന പട്ടണമാണ്, ശാപം പിടിച്ച പട്ടണമാണല്ലോ നീ എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് കൊടുത്താലും അത് ശാപം പിടിച്ച സംഭവം അല്ല നമ്മൾ കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ ചെയ്യണം. ഒരു നന്മ നമ്മൾ പ്രാപിച്ചാൽ, രാജകീയ വിളിയുള്ളവരാണ് നമ്മളെങ്കിൽ, നമ്മൾ ആരിൽ നിന്നെങ്കിലും ഒരു നന്മ പ്രാപിച്ചാൽ അതിനേക്കാൾ വിലയേറിയത് കൊടുത്ത് അനുഗ്രഹിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ചില ആൾക്കാരുണ്ട്, എല്ലാം ഇങ്ങോട്ട് വാ താ എന്ന് പറഞ്ഞ പിച്ചക്കാരന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പിച്ചക്കാരന്മാരുടെ ലെവലിൽ വിശ്വാസികൾ ജീവിക്കരുത്. എന്നാൽ നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് പരിശുദ്ധാത്മാവാണോ, രാജകീയ അഭിഷേകമാണോ, നിങ്ങളുടെ വിളി രാജകീയമാണോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. ആ സ്റ്റാൻഡേർഡാണ് ഗിവിംഗ്. എന്താണ്? കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഒരു വലിയ സംഭവം നടന്നു. എന്താ ഈ സൂം മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ മീറ്റിങ്ങിലാണ്. എല്ലാ അഭിഷിക്തന്മാരും ശുശ്രൂഷകന്മാരെയൊക്കെ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? പല രാജ്യങ്ങളിലിരുന്ന്, ഒന്നാമതേ അവർ മഹാകള്ളന്മാരും മടിയന്മാരും 5 പൈസ ഒരു ഭാഷന്മാരെയും വിളിച്ച ഒരു വിശ്വാസം ആർക്കും ദശാംശം കൊടുക്കൂല, സ്വത്രക്കാഴ്ചയും കൊടുക്കൂല, പിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുന്ന കുറെ കള്ളന്മാരുണ്ട്. ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാരെ വളരെ ഈസി ആയിട്ട് ഇപ്പൊ കിട്ടും. എന്ത് ചെയ്യും? സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, ഭാഷ ഇന്ന് വൈകുന്നേരം ഇത്ര മണിക്ക് ഞാൻ നമ്മുടെ ഒരു ഫോട്ടോയും ഇടും. നമ്മളെ ഫോട്ടോ ഇവൻ ഇട്ട് നമ്മളെ ഇതാക്കുകയാണ്. പ്രൈസ് നമ്മളൊരു ഫോട്ടോയും ഇട്ട് നമ്മളെ വിളിക്കും. സൂം മീറ്റിംഗ് 1 മണിക്കൂറൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഒരു അതില് വിളിച്ചിട്ട് 5 പൈസ പാവപ്പെട്ട, ഞാൻ ഈ സൂം മീറ്റിങ്ങിന് വിളിച്ചാൽ ഞാൻ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റൻഷൻ നമുക്കറിയാം. ഇത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. എല്ലാ ഉന്നതന്മാരായ വലിയ വലിയ അഭിഷിക്തന്മാരൊക്കെ ഈസി ആയിട്ട് വിസ കൊടുക്കാതെ, അക്കോമഡേഷൻ കൊടുക്കാതെ, ഫുഡ് കൊടുക്കാതെ, ഓഫറിങ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരൊന്നും രാജകീയ വിളിയുള്ളവരല്ല, റോയൽ അനോയിന്റിങ്ങിന്റെ ആ ഇതുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ആ രാജകീയ അഭിഷേകവും രാജകീയമായ വിളിയുള്ളവര് ഒന്നും ഫ്രീ ആയിട്ട് പ്രാപിക്കാതിരിക്കത്തില്ല. നമ്മളൊന്ന് ദൈവത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് പ്രാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ നിന്നും വലിയ രക്ഷയും അനുഗ്രഹങ്ങളും നന്മകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് പ്രാപിച്ചിരിക്കുന്നവരാ. നമുക്ക് കർത്താവ് എല്ലാം ഫ്രീ ആയിട്ട് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പക്ഷെ നമ്മുടെ അകത്ത് നമ്മൾ പിന്നെ ആരെങ്കിലും മനഃപൂർവമായി മറ്റുള്ളവരെ യൂസ് ചെയ്ത് കരിവേപ്പല പോലെ കളയുന്ന ഒരു മാനസിക രോഗം മലയാളികളുടെ ഇടയിലുണ്ട്, ദൈവമക്കളുടെ ഇടയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതിന് തയ്യാറാകരുത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന രാജകീയ അഭിഷേകമാണെങ്കിൽ നമുക്ക് ഒരു ഗിവിംഗ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കണം, കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതാ ചെയ്തത്, പിതാവ് അതാ ചെയ്തത്, യേശു കർത്താവ് അതാ ചെയ്തത്. തനിക്കുള്ളതെല്ലാം ഒന്നും മറച്ചു വെക്കാതെ കൊടുക്കാൻ ഒരു മനസ്സ് അവർക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മക്കളായ നമ്മളും ഒന്നും ഫ്രീ ആയിട്ട് പ്രാപിക്കാനിരിക്കാതെ നമ്മൾ ഒരു നന്മ ഇങ്ങോട്ട് വന്നാൽ ശലോമോനെ പോലെ തിരിച്ചങ്ങോട്ട് ചെയ്യാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ കാബൂൾ ദേശം എന്ന പേരിട്ട് ഇരുണ്ട ദേശമായ ഈ സ്ഥലത്താണ് കർത്താവായ യേശു ക്രിസ്തു കാലുചവിട്ടിയത്. ആദ്യത്തെ അത്ഭുതം കാനാൻ എന്ന് പറയുന്ന കാനാവിലെ കല്യാണ വീട്ടിനകത്ത് ദൈവം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കവർന്നഭൂമിലെ ആ ശതാധിപന്റെ മകൻ അവിടെ വിടുവിക്കപ്പെടുകയാണ് മറ്റൊരു സ്ഥലത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല പട്ടണങ്ങൾ, ഗലീല എന്ന് പറയുന്ന ദേശത്തിനകത്ത് ദൈവം ഇറങ്ങി വന്നു, കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ്. ശലോമോന്റെ സൈന്യത്തിന് നന്നാക്കാൻ പറ്റാത്ത സ്ഥലം. ഹല്ലേലൂയ. ഹീരാം എന്ന് പറയുന്ന രാജാവ് വിചാരിച്ചിട്ട് ശരിയാകാത്ത സ്ഥലം. ദാവീദ് എന്ന് പറയുന്ന രാജാവ് വിചാരിച്ചിട്ട് ആ ഇരുട്ട് മാറ്റാൻ പറ്റാത്ത സ്ഥലം. ഇന്ന് പകല് യേശു ഇറങ്ങി വന്നാൽ കർത്താവിന്റെ അത്ഭുത വീര്യ പ്രവർത്തികളിലൂടെ ഏത് ഇരുണ്ട് മൂടിക്കിടക്കുന്ന, ആർക്കും സൗഖ്യമാക്കാൻ പറ്റാത്ത ഏത് മാരക രോഗങ്ങളും, ഏത് തകർന്ന അവസ്ഥകളും, പ്രൈസ് ദി ലോർഡ്, ശാപം പിടിച്ച അവസ്ഥകളും, ഇന്ന് ലോകം മുഴുവനും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന് പറയുന്ന ഈ വൈറസിന് ഈ ഗവൺമെന്റ് വിചാരിച്ചിട്ട്, ഭരണകൂടം വിചാരിച്ചിട്ട്, സൈന്യം വിചാരിച്ചിട്ട്, ഡോക്ടർമാർ വിചാരിച്ചിട്ട്, മെഡിസിൻ കൊണ്ട് വിചാരിച്ചിട്ട് ഇതിനെ സൗഖ്യമാക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സഭയായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തിനൊരു ചരിത്രമുണ്ട്. രാജാക്കന്മാർക്കോ ഭരണകൂടങ്ങൾക്കോ സൈന്യങ്ങൾക്കോ ഈ ലോകത്തുള്ള വൈദ്യന്മാർക്കോ ഒരിക്കലും സൗഖ്യമാക്കാൻ പറ്റാത്ത ഗലീല ദേശത്തിലെ 20 പട്ടണങ്ങൾ ആ ഇരുട്ട് മൂടിക്കിടന്ന, ഹല്ലേലൂയ, ഇരുണ്ട് കിടന്ന ആ ദേശങ്ങളെ നോക്കി വചനം പറയുന്നു, ഇതാ വലിയൊരു വെളിച്ചം, ആ ദേശത്തിനൊരു വെളിച്ചം വരികയാണ്. യേശു ക്രിസ്തു വന്ന വെളിച്ചം വരികയാണ്. ആ ദേശത്തിലെ ഇരുട്ട് മാറുകയാണ്. പൈശാചിക ബന്ധനങ്ങൾ പൊട്ടുകയാണ്. ആ ദേശത്തിന്റെ ഇരുട്ട് മാറി വെളിച്ചം വരികയാണ്. ഈ ലോകം മുഴുവനും വെളിച്ചമുണ്ടാകട്ടെ. കൊറോണ മാറട്ടെ, അതിന്റെ വൈറസുകൾ അഴിഞ്ഞു മാറട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, എല്ലാ ലോക്ക്ഡൌണുകളും പിൻവലിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള കമാൻഡോകൾ വിചാരിച്ചിട്ട് നടക്കാത്തത്, സൈന്യം വിചാരിച്ചിട്ട് നടക്കാത്തത്, നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗലീല ദേശത്തിൽ നടന്നത് പോലെ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകവ്യാപകമായി മരണം വിതയ്ക്കുന്ന ഈ പൈശാചിക രോഗക്കെട്ടുകൾ പൊട്ടിമാറട്ടെ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകല് പ്രൈസ് ദി ലോർഡ്, ശതാധിപന്റെ ആ മകനെ ദൈവം വിടുവിച്ചു. കാനാവിലെ കല്യാണ വീട്ടിനകത്ത് ഒരു പച്ച വെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റി. രുചിയില്ലാത്ത, മണമില്ലാത്ത, നിറമില്ലാത്ത പച്ചവെള്ളം പോലെ നിന്റെ ജീവിതം ഇന്ന് പകലായിരിക്കുമ്പോൾ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ ആ പട്ടണത്തിലെ ഭവനത്തിനകത്ത് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടതുപോലെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ നിന്നെ തൊടുമ്പോൾ നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് അമേരിക്കയിൽ വലിയ റിവൈവൽ സംഭവിക്കട്ടെ. യൂറോപ്യൻ കൺട്രികൾക്കകത്ത് റിവൈവൽ സംഭവിക്കട്ടെ. ഇന്ത്യയിൽ റിവൈവൽ സംഭവിക്കപ്പെടട്ടെ. ഇന്ന് എല്ലാ ലോക രാജ്യങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേക്കട്ടെ. വിശുദ്ധന്മാരായ അഭിഷിക്തന്മാരുടെ കാൽവെപ്പുകളാൽ പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമി മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ, കാൽവെപ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സകല മാരക വൈറസുകളും സകല വ്യാധികളും ലോകവ്യാപകമായി പൊട്ടിമാറട്ടെ. ലോക്ക്ഡൌണുകൾ മാറട്ടെ. ജനം സാധാരണ ജീവിതത്തിൽ മടങ്ങി വരട്ടെ. ആരാധനകൾ ആരംഭിക്കട്ടെ. സഭകൾ തുറക്കപ്പെടട്ടെ. ജനം സൗഖ്യമാകട്ടെ. മരണസംഖ്യകൾ കുറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗലീല ദേശത്തെ വിടുവിച്ച യേശു
ആ യേശുക്രിസ്തുവിന്റെ നാമം എവിടെ മുഴങ്ങുന്നുവോ ആ ദേശം വിശുദ്ധീകരിക്കപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. രാജാക്കന്മാർക്കും ഭരണകൂടങ്ങൾക്കും ഈ രാജ്യത്തെ നന്നാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യേശുക്രിസ്തുവിന് നിസാരമായി ഇന്ന് സകലരും തോറ്റ് പിന്മാറിയ സ്ഥലത്ത് യേശുവിന്റെ നാമം ജയിക്കാൻ പോവുകയാണ്. രുചിയില്ല, മണമില്ല. കാനാവിലെ കല്യാണ വീട്ടിനകത്ത് പച്ച വെള്ളത്തെ എടുത്തപ്പോൾ ഒരു രുചിയും മണവുമില്ലാത്ത, ഒരു നിറമില്ലാത്ത, ഉപയോഗശൂന്യമാക്കപ്പെട്ട ആ പച്ചവെള്ളത്തെ മധുരമുള്ള, രുചിയുള്ള, മണമുള്ള, നിറമുള്ള ഒരു വെള്ളമാക്കി, ഒരു വീഞ്ഞാക്കി മാറ്റിയ അതേ ദൈവം ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ നിന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഒരു റോയൽ അനോയിന്റിംഗ് നിന്റെ മേൽ വെളിപ്പെടും. നിന്റെ നിറം മാറും, നിന്റെ ജീവിത ശൈലികൾ മാറും, നിന്റെ ജീവിതത്തിലെ ഉപയോഗമില്ലാത്തവനെന്ന ആ വിളിപ്പേര് മാറാൻ പോവുകയാണ്. യേശു കർത്താവ് ഗലീലയിൽ കാല് ചവിട്ടിയപ്പോൾ ഗലീലയുടെ സ്ഥിതി മാറി സഹോദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലീലയിൽ ഊമരും ചെകിടരും കുരുടരും ശാപം പിടിച്ച് കാബൂൾ ദേശം ഇരുണ്ട് മൂടിക്കിടന്ന ദേശത്ത് നോക്കി വചനം പറയുകയാണ്, അയ്യോ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന്റെ മുറവിളി കേട്ട ദൈവം ആ ദേശത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ ജനം ഒരു വലിയ വെളിച്ചം കാണുകയാണ്. നൂറുകണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ ഒറ്റ സെക്കൻഡ് ഇവിടെ വിടുതല. 20 പട്ടണത്തിന്റെ കെട്ട് കർത്താവിന്റെ കാൽവെപ്പിലൂടെ പൊട്ടി. ഹല്ലേലൂയ. ആരുടെ തലയിൽ കൈവച്ചില്ല. ശതാധിപനോട് ദൈവം പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ മകൻ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. തലയിൽ കൈവയ്ക്കണ്ട, 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വയ്ക്കണ്ട. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു പരിപാടിയും വേണ്ട. എന്റെ കർത്താവിനെ ഒന്ന് കാണാൻ, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ആ ദേശത്തിലൊന്ന് സംഭവിച്ചാൽ മതി. ഒരു വാക്ക് കിട്ടിയാൽ മതി, ഒരു ദൂത് കിട്ടിയാൽ മതി, ഒരു ദൈവവചനം കിട്ടിയാൽ മതി. ആ വചനം കൊണ്ട് നമ്മൾ ജീവിക്കാനിടയാകും. ആ വചനം നമ്മളെ വിടുവിക്കാനിടയാകും. ആ വചനം നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്ത സ്ഥലമാണ് ഗോൽഗോഥ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം ഇറങ്ങിയ സ്ഥലം. തലയോടിടം. തലയോടിടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തലയോട്ടി. കാരണം മരണം, കൊലപാതകം, അനേക നീതിമാന്മാർ മരിച്ച് മണ്ണടിഞ്ഞ, ഹല്ലേലൂയ, മരത്തിന്മേൽ തൂക്കപ്പെട്ട് കൊന്ന് കൊലവിളിച്ച് അനേകരുടെ ശാപ വാക്കുകൾ മരണക്കിടക്കയിൽ കടന്നുകൊണ്ട് ശപിച്ച സ്ഥലം, കണ്ണുനീര് വീണ സ്ഥലം, അനേക സഹോദരിമാരുടെ സഹോദരന്മാരുടെ കുടുംബക്കാരുടെ കണ്ണുനീര് വീഴുന്ന സ്ഥലം, മരണം മാത്രം സംഭവിക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടുന്നത്. അന്ന് മുതൽ ആ സ്ഥലത്തിന്റെ ഗതി മാറുകയാണ്, ചരിത്രം മാറുകയാണ്. അന്ന് വരെ അവിടെ കേട്ട നിലവിളിയുടെ ശബ്ദങ്ങൾ, മുറവിളിയുടെ ശബ്ദങ്ങൾ, ശാപത്തിന്റെ ശബ്ദങ്ങൾ, അന്തരീക്ഷത്തിൽ മാറ്റലി കൊണ്ടത് ശപിക്കുന്ന ആ ശബ്ദങ്ങളാണ് മാറ്റലികളായി അന്ന് വരെ കേട്ടുകൊണ്ടിരുന്നത്. ആ സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വരുന്നത് ഭയമാണ്, ഭീതി അവരുടെ ഹൃദയത്തിൽ വരികയാണ്. അത്ര പ്രാകൃതമായി കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്ന, ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ആ സ്ഥലം, മരണം വിതയ്ക്കപ്പെടുന്ന സ്ഥലം. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. പൈശാചിക ശക്തികൾ പരാജയപ്പെട്ടു, ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു. ക്രിസ്തുവിനെ തൂക്കിക്കൊന്ന് അതോടുകൂടി ആ സ്ഥലത്തെ അവർ ശാപം പിടിച്ച സ്ഥലമാക്കി മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ആ സ്ഥലത്ത് ക്രൂശിൽ കടന്നുകൊണ്ട് ഒരുവനോട് ക്രിസ്തു പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്ഥലമായി അത് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചത് മാത്രമേ ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളൂ. പക്ഷേ ഉയർത്തെഴുന്നേൽക്കുന്നവനെ ലോകം ആദ്യമായി കാണുന്നത് ആ ദേശത്തിന്റെ തലയോടിടം ഗോൽഗോഥ മലയ്ക്ക് ഒരു ചരിത്രം വഴിമാറുകയാണ്. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ മരണം, സൂയിസൈഡ്, ആത്മഹത്യ, പലവിധ മാരക രോഗത്താൽ കൊല്ലപ്പെടുന്നവര്, മരിക്കപ്പെടുന്നവര്, ശാപം പിടിച്ചവര്, രോഗികളുടെ ഒരു വീടാണ് നിന്റെ വീടെങ്കിൽ, നിന്റെ ജീവിതം അങ്ങനെയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആയുസ്സെത്താതെ മരിക്കപ്പെടുന്ന, ഒരു തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെടുന്നവനാണ് നീയെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ചരിത്രം എന്റെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്നെ പറുദീസയിലെത്തിക്കുന്ന, നിന്നെ നിത്യതയിലെത്തിക്കുന്ന, നിന്റെ വിധിയെ മാറ്റുന്ന, ഓ ജീസസ്, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുന്ന, നിന്റെ ചരിത്രം ഇന്ന് തലവിധി മാറ്റുന്ന ദൈവം.
ഗോൽഗോഥയ്ക്കകത്ത് ഇറങ്ങി വന്ന ക്രൂശിൽ കിടക്കുന്ന എന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വചനം പറയുമ്പോൾ ഇതാ എഴുതപ്പെട്ടിരിക്കുന്ന സകല മാനവരാശിയുടെ ശാപങ്ങളെ മരത്തിന്മേൽ തൂങ്ങപ്പെട്ട ക്രിസ്തു വലിച്ചെടുത്ത് ആ ശാപഗ്രസ്തനായി മാറിയത് കൊണ്ട് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ തലയോടിടമെന്ന സ്ഥലത്ത് ക്രൂശിൽ മരിച്ച ക്രിസ്തു മുഖാന്തരം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിരിക്കും. ഏതെങ്കിലും എത്രയോ മനുഷ്യർ അവർ മരിച്ചു, അവരുടെ മരണം മുഖാന്തരം ആരും അനുഗ്രഹിക്കപ്പെട്ടില്ല. പക്ഷേ 65 ലക്ഷം യഹൂദന്മാർ മരിച്ചു, പക്ഷേ ലോകത്തൊരു മനുഷ്യന് ഒരു നന്മ ഉണ്ടായില്ല. പക്ഷെ ഒരൊറ്റ യഹൂദൻ മരിച്ചപ്പോൾ ലോകം മുഴുവനുള്ള ജനം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്ത് മരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മരണം മുഖാന്തരം ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവിന്റെ മരണം ഇന്ന് ലോകവ്യാപകമായ ഒരു അനുഗ്രഹമായി മാറി. ഒരു വ്യക്തിയുടെ മരണം മാത്രമേ ലോകത്തിന് അനുഗ്രഹമായി തീർന്നിട്ടുള്ളൂ. അത് നമ്മൾ വിശ്വസിക്കുന്ന നസറായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിന്റെ ആ സ്ഥലത്തിന്റെ പേരിനെ അനർത്ഥമാക്കിക്കൊണ്ട്, അതിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട്, ആ പേരിനെ കുഴിച്ചു മൂടിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ മരണമല്ല നടന്നത്, അവിടെ ഒരു ജനനമാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കിടന്നപ്പോൾ പിശാചും ഗവൺമെന്റും റോമാ സാമ്രാജ്യവും പറഞ്ഞു മരിച്ചു. പക്ഷേ പിതാവ് പറഞ്ഞു, പുത്രൻ പറഞ്ഞു, പരിശുദ്ധന്മാർ പറഞ്ഞു, വചനം പറയുന്നു അവിടെ ജനനം നടന്നു. പുതിയ നിയമസഭയുടെ ജനനം അവിടെ സംഭവിക്കപ്പെട്ടു. അവിടെ മരണമല്ല നടന്നത്, അവിടെ ജനനമാണ് നടന്നത്. ഹല്ലേലൂയ ജീസസ്. എന്ന പകൽ ഈ വെളിപ്പാട് അകത്ത് കയറുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ ഈ വചനം കേട്ടുകൊണ്ട് നിനക്ക് മരണമില്ല, നിനക്ക് തകർച്ചയില്ല, തളർച്ചയില്ല. ലോകം നിന്നെ നോക്കി മരിച്ചു, തകർന്നു, നശിച്ചു, തീർന്നു എന്ന് പറയുമ്പോൾ നീ പറയണം, ആ തലയോടിടം എന്ന സ്ഥലത്തെ ഗോൽഗോഥ മലയെ ജനനത്തിന്റെ മലയാക്കി മാറ്റിക്കഴിഞ്ഞ ആ ക്രിസ്തു എന്റെ അകത്ത് വസിക്കുകയാണ്. എനിക്ക് മരണമില്ല, തളർച്ചയില്ല, തകർച്ചയില്ല, ശാപമില്ല. എന്റെ ക്രിസ്തു എന്റെ ശാപങ്ങളെ വിലക്കി വാങ്ങി. ഹല്ലേലൂയ. അടുത്ത സ്ഥലമാണ് ബെഥാനിയ. പ്രൈസ് ദി ലോർഡ്. ബെഥാനിയ എന്ന വാക്കിന്റെ അർത്ഥം പഴുത്ത് മൂത്ത് ആ കാഴ്ച അതിനെ പഴുത്ത് മൂപ്പെത്തുന്നതിന് മുമ്പ് നശിച്ചു പോകുന്ന, തീർന്നു പോകുന്ന സ്ഥലം. അതാ എന്റെ അർത്ഥം. അതാ അവിടെ സംഭവിച്ചത്. ലാസർ യൗവന പ്രായത്തിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നും അങ്ങോട്ട് മൂപ്പെത്തത്തില്ല. പകുതി വഴിയിൽ എത്തുമ്പോൾ തന്നെ തീയും തകർന്നു പോകും, മരിക്കും. മരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഒരു ആയുസ്സോ ആരോഗ്യമോ അല്ലെങ്കിൽ എത്തേണ്ട ഇടത്ത് എത്തുന്നതിന് മുമ്പ് പകുതി വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന ശാപം പിടിച്ച സ്ഥലമാണ്. ഒന്നിനും പൂർത്തീകരണം വരാത്ത സ്ഥലമാണ് ബെഥാനിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബെഥാനിയയിൽ ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായ മനുഷ്യന്റെ ഭവനത്തിൽ ചെന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ലാസറിന്റെ സഹോദരി അവിടെ വന്ന് വലിയൊരു സുഗന്ധ തൈലം എടുത്ത് കർത്താവിന്റെ പാദങ്ങൾ എന്ത് ചെയ്തു? തന്റെ ശരീരത്തെ മുഴുവനും സുഗന്ധ ലേപനം ചെയ്ത് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി. പ്രൈസ് ദി ലോർഡ്. ശാപം പിടിച്ചവനും കുഷ്ഠരോഗം പിടിച്ചവനും ഒരിക്കലും ആരും വീട്ടിൽ കയറത്തില്ല. കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഒരു യഹൂദനായ ക്രിസ്തു അകത്ത് കയറിയിരിക്കുക. ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയായ ഈ മനുഷ്യന്റെ ഭവനത്തിനകത്ത് ചെല്ലാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പക്ഷെ കർത്താവ് കയറിയിരിക്കുക. കർത്താവ് കയറിയപ്പോൾ നാറ്റം വമിക്കുന്ന കുഷ്ഠരോഗമുള്ളവന്റെ വീട് സുഗന്ധ തൈലം കൊണ്ടങ്ങ് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണം സംഭവിച്ച ലാസറിന്റെ ഭവനം, ആ യൗവന പ്രായത്തിൽ മരിച്ചവന്റെ ഭവനത്തിൽ യേശു കയറിയപ്പോൾ അവന്റെ ജീവിത ആയുസ് മടങ്ങി വന്നു. ഹല്ലേലൂയ. ബെഥാനിയയിലാണ് പിന്നെ കടിഞ്ഞൂലായ കഴുതയുടെ കഴുത്ത് ഒടിച്ച് കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. ആ കഴുത കെട്ടപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കഴുത്തടിച്ച് കൊല്ലാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കഴുതയുടെ പുറത്ത് എനിക്ക് കയറി സഞ്ചരിക്കാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ
പെട്ടെന്ന് പെടുമരണം സംഭവിച്ച തകർന്ന് ചിതറിപ്പോകേണ്ട ഇടങ്ങളിൽ എന്റെ ദൈവം ഇന്ന് പകല് ബെഥാനിയേൽ ചെയ്തതുപോലെ ഇന്ന് വിശ്വസിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി പിശാച് ഹിഡനായി ഒരുക്കി വച്ചിരിക്കുന്ന സകല പ്ലാനും പദ്ധതികളെയും തകർത്തുകൊണ്ട് എന്റെ ദൈവം ഈ വചനം കേൾക്കുന്ന എന്നെയും നിന്നെയും പെടുമരണത്തിൽ നിന്ന് ഹല്ലേലൂയ പെട്ടെന്ന് നശിച്ചു പോകേണ്ട സ്ഥലത്ത് നിന്നും ഹല്ലേലൂയ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കത്തില്ല. ഫലം പുറപ്പെടുന്നതിന് മുമ്പ് കൊന്നുകളയുമെന്ന് ഹല്ലേലൂയ ചിന്തിച്ചിരിക്കുന്ന ദുരാത്മാവിന്റെ ഹിഡൻ അജണ്ടകളെ തകർത്തുകൊണ്ട് നിന്റെ സീസണിന്റെ വെളിപ്പെടാൻ പോവുകയാണ്. നീ തകരത്തില്ല, നീ മരിക്കത്തില്ല. നീ ദൂത് കേട്ടിട്ടുണ്ട്. ലാസർ ദൂത് കേട്ടു. കർത്താവിനോട് കൂടി എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. പക്ഷെ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചു. പക്ഷേ ഇന്ന് പകല് ആ ദൂത് നിറവേറ്റത്തിന് വെല്ലുവിളിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്നോട് വാഗ്ദത്തവും ദൂതും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകുതി വഴിയിൽ വെച്ച് തകർക്കാൻ പിശാച് കളമൊരുക്കുമ്പോൾ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ കെട്ട് പൊട്ടാൻ പോകുക. നീ ഫലം പുറപ്പെടുവിക്കുന്ന സീസൺ വരാൻ പോകുന്നു. നീ ഫലമുള്ളവനായി മാറും. നീ കേട്ട ദൂതുകളെല്ലാം വെളിപ്പെടും, വാഗ്ദത്തങ്ങൾ വെളിപ്പെടും. നീ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിക്കും. ആ ബെഥാനിയേൽ വെച്ചാണ് കർത്താവ് യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ബെഥാനിയേൽ വെച്ച് ആകാശത്തിലോട്ട് പ്രൈസ് ലോർഡ് പിതാവിന്റെ അടുക്കൽ മടങ്ങി പോവുകയാണ്. പ്രൈസ് ലോർഡ് മരിച്ച ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് തന്റെ ഭൂമിയിലുള്ള സകല ദൗത്യങ്ങളും നിറവേറ്റി. ഹല്ലേലൂയ. ബെഥാനിയയുടെ ശാപം എന്താ? പകുതി വഴി വെച്ച് പ്ലാനും പദ്ധതിയും അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ദൂത് നിറവേറ്റാതെ പകുതി വഴി വെച്ച് എന്ത് ചെയ്യും? എല്ലാ നമുക്ക് നമ്മുടെ ദൈവം ഏൽപ്പിച്ച ആ പ്ലാന് പ്രൈസ് ലോർഡ് നമ്മളോടുള്ള വാഗ്ദത്ത ദൂത് അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് പകുതി വഴി വെച്ച് എന്ത് ചെയ്യും? പ്രൈസ് ലോർഡ്. പക്ഷേ കർത്താവ് അതിനെ പൊട്ടിച്ചു. കർത്താവ് മിഷൻ, നമുക്ക് ദൈവം തന്ന മിഷൻ, വിഷൻ, അതിനെ ഫുൾഫില്ല് ചെയ്തിട്ടല്ലാതെ നമ്മൾ ഈ ലോകം വിട്ടു പോകത്തില്ല. യേശുക്രിസ്തു അതാണ് ചെയ്തത്. തന്റെ മിഷൻ ഫുൾഫില്ല് ചെയ്തിട്ട് സകല മനുഷ്യർ നോക്കി നിൽക്കെ മരിച്ചവിടെ നിന്ന് എഴുന്നേറ്റ് ആകാശത്തിലോട്ട് മേഘങ്ങൾക്കിടയിൽ പിതാവിന്റെ അടുക്കൽ പോയി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. എന്റെയും നിന്റെ ജീവിതത്തില് പകുതി വഴി വെച്ച് എല്ലാം തീരും. ഇനി മുന്നോട്ട് പോകത്തില്ല. ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൂതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഫുൾഫിൽ ആകത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുകയാണെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നീ പ്രാഗൽഭ്യത്തോടെ നിന്ന് നിന്നോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ദൂതുകളും ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി ദൈവം നിന്നെ മാറ്റി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല നന്മകളും കണ്ട് അനുഭവിച്ചറിഞ്ഞ് ഒരു നല്ല ഭക്തനായി ഓട്ടക്കളത്തിൽ ഓടി വിരുദ് പ്രാപിച്ച് ഹല്ലേലൂയ പൗലോസിനെ പോലെ തന്നെ ശക്തമായ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കർത്താവിനെ പോലെ തന്നെ ഒരു അസാധാരണമായ ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. എവിടെ പിശാച് ഒതുക്കി വെക്കാൻ നോക്കുന്നുവോ ഇവിടെ ഇത്രയും മതി, ഇത്രയും ആരാധിച്ചാൽ മതി, ഇത്രയും പോയാ മതി എന്ന് പറയുന്ന കെട്ടുപൊട്ടി കഴുതയെ യെരൂശലേം വീതിക്കകത്ത് കയറ്റിയ ദൈവം, യെരൂശലേം ദേവാലയത്തിന്റെ പെരുവീതിയിലൂടെ ആ കഴുതയെ നടത്തിച്ച ആ കർത്താവ് ഒരിക്കലും നീ കയറത്തില്ല, കാണാൻ പറ്റത്തില്ലെന്ന സ്ഥലം, ഏരിയകൾ, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഈ ദൈവത്തിന്റെ വചനങ്ങൾ 5 പട്ടണങ്ങൾ 5 ദേശങ്ങളിൽ യേശു കർത്താവ് കാല് വെച്ചപ്പോൾ സർവശക്തനായ ദൈവം ആ ദേശത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചതുപോലെ വ്യക്തിപരമായ നിന്റെ ശരീരം, നിന്റെ ജീവിതം, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ അകത്ത് ക്രിസ്തു വരുമ്പോൾ ഇന്ന് പകൽ ഫുൾഫിൽ ആകാതെ മുടങ്ങിക്കിടക്കുന്ന സകല കെട്ടും പൊട്ടി